പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിന്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക്
അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുക എന്ന സംഭവമില്ല. റെക്കോർഡ് എന്ന് വെച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ, ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചോ അല്ലേ? ഇപ്പം നമുക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്. ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസ്നേഹമൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. ഇടക്കിടയ്ക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും, നിൻ്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടി. അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കണത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻ ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള സൂത്രക്കാരെന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമെന്ന് നോക്കും ഓരോരോ വിഷയത്തിന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കുമെന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിന് അത് വർത്തമാനകാലമാകും. അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഇപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുമ്പോൾ അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോകരുത്, നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പനിക്കനുണ്ട്, എന്നിട്ട് ആ പനിയെ പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, കർത്താവിനെ പോയി കണ്ടിട്ട് പോരും. അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന കാര്യമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോപാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ, വിഷമോ, വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കുകയാണ്, കുർബാന കട്ട് ചെയ്യാനും കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തിൽ ഇവർക്ക് ഇവർക്ക് സെൻസറില്ല, എല്ലാത്തിനും കുഴപ്പമാണ്. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നാക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ് ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അലക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ മക്കളുടെ തുണി അലക്കിയാണ് പറയണത്, ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്, ആ ബുദ്ധിയും ബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണത്. അപ്പം ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല, അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്ന കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിൻ്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട്? എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ഓക്കെ, വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. അതായത് ചിന്തിക്കണം, എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ, പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അനുദപിക്കണം. തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കെട്ടിവരിക്കാൻ പറഞ്ഞാൽ കെട്ടിവരിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴിതെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. മസ്റ്റ് യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ
എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അനുതാപം എനിക്ക് പാപമൊന്നുമില്ല, എനിക്ക് പുസ്തകം ഒക്കെ ദൈവം നമ്മളോട് നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരിയെത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയുന്നില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു വരും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നാണ്. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യണില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും, പക്ഷെ അനുതപിക്കാൻ പാടാണ്. അത് അനുതാപത്തിൻ്റെ ഒരു ഓട്ടോമെൻ്റ് ഇല്ല. കാര്യം അതാണ്, അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയും. യേശാവ് അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു, പക്ഷെ റിജക്റ്റായിപ്പോയി. അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ഹെബ്രായർ 12:17 ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. സ്വർഗം ഷട്ട് ഡൗൺ ആയി, അവസരം കിട്ടിയില്ല. നിസ്സാര കാര്യമല്ലേ. ഇപ്പം നമുക്ക് അനുദപിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഷട്ട് ഡൗൺ ആയിട്ടാണ്, റിജക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കാണും. എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ചേർന്ന് പാടാം. സ്തുതികൾക്കും പുകഴ്ചയും യോഗ്യനേശുവേ. കൈകൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ശക്തിയുടെ സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയുടെ സ്തുതിയുടെ പോലെ ശക്തിയുടെ സ്തുതിയുടെ അതിരങ്ങൾ തുറന്ന സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധയമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നാളിതുവരെ ഉടമ്പടി എടുത്ത നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിത വിഷയങ്ങളെ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. വിവിധ ജീവിത പ്രശ്നങ്ങളാൽ ക്ലേശിച്ച് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉടമ്പടി എടുക്കുന്നതിന് എത്തിച്ചേർക്കുന്നതിന് ഈശോയുടെ വലിയ സംരക്ഷണവും സഹായവും
ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്ന മക്കൾ അവരായിരിക്കുന്ന ജീവിത ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ, അവരുടെ പ്രത്യേകമായ ജീവിതാവസ്ഥകളിൽ അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വി.പി. ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങളെയും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഫലമേൽപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന മഹത്വം നന്ദി കർത്താവേ, സ്തുതി ആരാധന മഹത്വം നന്ദി കർത്താവേ. ഈശോയെ അവിടുത്തെ സംരക്ഷണയാൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അവരുടെ ജീവിത വിഷയങ്ങളെ ഇവിടുന്ന് ഏറ്റെടുക്കണമേ. കരുണയാൽ അവിടുത്തെ കൃപ ചൊരിയണമേ. രോഗപീഠകൾക്ക് സൗഖ്യം നൽകണമേ. അവിടുത്തെ സ്നേഹത്താൽ നിറച്ച് പരിപാലിക്കണമേ. ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥകളെ, സങ്കടങ്ങളെ, ദുരിതങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ, ഈശോയുടെ വലിയ അനുഗ്രഹത്താൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകി, സമാധാനം നൽകി, തടസ്സങ്ങൾ നീക്കി, രോഗങ്ങൾ അകറ്റി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, മഹത്വം നന്ദി സ്തുതി ആരാധന കർത്താവേ, സ്തുതി. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദമാതാവേ, വാഗ്ദാനമേളരേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മ ഉടനടി പരിഹാരം, ഉടമ്പടി പ്രാർത്ഥന, അമ്മ ഉടനടി പരിഹാരം, പറയുന്നത് ചെയ്തു ജീവിതം ധന്യമായി തീർന്നിടും, പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ
ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരുവാൻ തിരുമനസ്സാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങളും കൃപാസന മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രഹാത്തിന് 99 വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്താലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവീനാക്കി അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന അബ്രഹാത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതമെന്നോണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക അടയാളങ്ങൾ ആരംഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ലൂക്ക 5:5 പ്രാർത്ഥിക്കുന്നു. ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പാട് 34:10 പ്രാർത്ഥിക്കുന്നു. ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് സർവീസിന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഈ വചനപ്രകാരം
ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നടപടി 2:38 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവെ, ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 11:21 പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു, വിശ്വസിച്ച വളരെ പേർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലും വിശ്വാസം കുറഞ്ഞവരെ പരിപോഷിപ്പിക്കുകയും വിശ്വാസികളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും അതുവഴി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. പരിശുദ്ധമ്മയോട് ചേർന്ന് യേശുനാമത്തെ പുകഴ്ത്തി നമുക്ക് പ്രാർത്ഥിച്ചാലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരകമേ, വാഗ്ദാന പീഠകമേ, കൃപാവരമാദി നിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരകമേ, വാഗ്ദാന പീഠകമേ, കണ്ണീരോടയുന്ന മാനവ മക്കൾക്കായി ഉടമ്പടി പ്രാർത്ഥനയാ അനുഗ്രഹമേകുമമ്മേ. ജീവിത വിശുദ്ധിയും കാരുണ്യ പ്രവൃത്തിയും പ്രാർത്ഥന ജീവിതം ഏകനെ സ്നേഹനാഥേ. പാപവിമോചന പ്രാർത്ഥന ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണല്ലോ. കർത്താവെ, അവിടുന്ന് മനുഷ്യവർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളിന്മേൽ വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി പ്രാർത്ഥന വഴി പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട്
അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തതയില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾ പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെയോർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവന്റെ മൂല്യത്തെയും സഹോദരങ്ങളോട് ഞങ്ങൾക്കുണ്ടാവേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾ ഉടമ്പടിയിലൂടെ നിബന്ധന നൽകിയ നാഥ, ഈ കൽപ്പനയ്ക്കെതിരെ വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളെയും ഓർത്ത് അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്ത് അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം ഉടമ്പടി കൽപ്പനയ്ക്ക് എതിരെ ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്ത് അനുതപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങയെ പ്രകീർത്തിക്കുവാനുള്ളതാണ് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപെട്ട കുറവുകൾ അനുസ്മരിച്ച് അനുതപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്തത വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാകണമേ എന്ന് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നുപോയ പാപങ്ങളെ പ്രതി അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഏതെങ്കിലും പാപകുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ അവശേഷിക്കുന്നുവെങ്കിൽ ഏറ്റവും എളിമയോടെ അനുതാപത്തോടെ മൗനമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെ കുറിച്ച് യെശയ്യായ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മളോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന ഏകരക്ഷകന്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യം എന്നത് മനുഷ്യന്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നതാണ്. ആ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ പാപമോചന, രോഗസൗഖ്യ, ദൈവമഹത്വ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലിനുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നു. വൈദികൻ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കുമ്പോൾ പ്രത്യുത്തരമായി സമൂഹം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമ ശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവ് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചവർ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗങ്ങളുള്ളവർ സുഖപ്പെട്ടുകൊണ്ട് ദൈവപിതാവേ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, മഹോദര രോഗമുള്ളവർ, അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവേ ഈ നിമിഷം അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്വാസകോശങ്ങളെ ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ്, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്കായിരിക്കുന്നവർ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അവരുടെ ശ്വാസകോശങ്ങളെ ഈ നിമിഷം കഴുകി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശിരസ് സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ശിരസ് സംബന്ധമായ എല്ലാ രോഗികളുടെയും ശിരസിൽ അവിടുത്തെ വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലതരത്തിൽ തലച്ചോറിന് കേടുള്ളവരുണ്ട്. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതായ കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത മക്കൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലയൂട്ടിക്ക് വേദനയുള്ളവർ, വിട്ടുമാറാത്ത തലവേദനയുള്ളവർ, മുടി കൊഴിച്ചിലുകളുള്ളവർ എല്ലാവരുടെയും ശിരസിൽ അങ്ങയുടെ വിശുദ്ധ കരം വെച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പാൻക്രിയാസ് രോഗികളുടെയും ഷുഗർ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ പ്രമേഹ രോഗികളെയും പാൻക്രിയാസ് രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലത് കരത്താൽ അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം ഈ നിമിഷം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഉദര രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഉദര രോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, അർശസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തവർ, അമിതമായ വിശപ്പുള്ളവർ, മറ്റ് ഉദര രോഗങ്ങളുള്ളവർ എല്ലാവരുടെയും ഉദരങ്ങളെ നിന്റെ വിശുദ്ധ കരത്താൽ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, മാസപ്പതിവില്ലാത്തവർ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവർ, അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കർത്താവെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഫിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റുള്ളവർ, മുഴകളുള്ളവർ എല്ലാവരെയും കർത്താവെ, ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, നിന്റെ വിശുദ്ധ വലതുകരത്തിന്റെ ശക്തിയാൽ അവരുടെ ഉദരങ്ങൾ സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവെ, എല്ലാ വാദരോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തവാദമുള്ളവർ, ആമവാദമുള്ളവർ, വാദം കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് കെട്ടിയിരിക്കുന്നവർ, വാദപ്പൊട്ടുള്ളവർ, വെരിക്കോസിന്റെ അസുഖമുള്ളവർ എല്ലാവരെയും നിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവെ, കിഡ്നിയിൽ കല്ലുള്ളവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിന്റെ പേരിൽ ശരീരത്തിൽ നീര് കെട്ടിയിരിക്കുന്നവർ, പല പല ഭക്ഷണങ്ങൾക്കും ഡയറ്റുള്ളവർ എല്ലാവരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, അപകടത്തിൽ അസ്ഥികൾ വിട്ടുപോയവർ, അസ്ഥി രോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിയിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടലുള്ളവർ, കർത്താവെ, അങ്ങയുടെ അവരുടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഒട്ടിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ അവരുടെ അസ്ഥികളെ സുഖപ്പെടുത്തി ബലപ്പെടുത്തി അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധമായ ആണിപ്പഴുതാർന്ന വലതുകരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓട്ടിസം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആതുരാലയങ്ങളെയും അങ്ങനെയുള്ള ശുശ്രൂഷാലയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ ശക്തി അവരിലേക്ക് ആവസിച്ച് അവർക്ക് സൗഖ്യവും സമാശ്വാസവും ലഭിച്ച് അവിടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോയവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞിന് ലഭിക്കുന്നതിനാവശ്യമായ സ്വാഭാവികമായ ശക്തി ഇല്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയം ഇറങ്ങിപ്പോകുന്ന രോഗികളുണ്ട്. എല്ലാത്തരം ഗർഭാശയ രോഗികളെയും സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലുള്ളവർ, മൂത്രം പോകാത്തവർ, അതിന്റെ പേരിൽ ശരീരത്തിൽ നീര് കെട്ടുന്നവർ, മൂത്രം അറിയാതെ പോകുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മൂത്രാശയ രോഗികളെയെല്ലാം കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ മൂത്രാശയ രോഗങ്ങൾ എല്ലാം സൗഖ്യപ്പെട്ടുകൊണ്ട് ഈ നിമിഷം ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാൽ വിഷമിക്കുന്നവരെയും രക്തസംബന്ധമായ രോഗങ്ങളാൽ വലയുന്നവരെയും ക്യാൻസർ രോഗികളെയും അപൂർവ രോഗങ്ങളാൽ വലയുന്നവരെയും യുദ്ധത്തിൻ്റെയും വിഷവാതകങ്ങളുടെയും
മറ്റും കെടുതികളിൽ ശാരീരികമായ രോഗാവസ്ഥകളാൽ വലയുന്നവരെയും ഉള്ളം കാൽ മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളാൽ പീഡ അനുഭവിക്കുന്നവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവസിച്ച് അവർക്ക് സൗഖ്യവും സമാശ്വാസവും ലഭിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്നുപോയവർ, ഇപ്പോഴും ജീവിത പങ്കാളികളെ പ്രതീക്ഷിക്കുന്നവർ, അവരെ പ്രത്യേകം ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിനാവശ്യമായ പണമോ സൗന്ദര്യമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ തിരക്കുവാനോ അന്വേഷിക്കുവാനോ ആരുമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം മുട്ടിപ്പോയവർ, വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർ, മറ്റു പല വിശ്വാസങ്ങളുടെ പേരിൽ വിവാഹം നടക്കാത്തവർ, അന്യനാടുകളിൽ ആയിപ്പോയതിൻ്റെ പേരിൽ ഇണയെ ലഭിക്കാത്തവർ എല്ലാവരെയും അവിടെ ഏറ്റെടുത്തുകൊണ്ട് ഈ നിമിഷം അവർക്ക് ജീവിത പങ്കാളിയെ നൽകിക്കൊണ്ട് അവർക്ക് ജീവിതം നൽകി ഈ ഉടമ്പടി പ്രാർത്ഥന വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ, കർത്താവെ, അതിനുവേണ്ടി ശാസ്ത്രീയ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചവർ, ഇപ്പോഴും ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തവർ, അവരെ എല്ലാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ വലത് കരത്താൽ അവരെ എല്ലാം സ്പർശിക്കണമേ. കുട്ടികളില്ലാത്ത മാതാപിതാക്കന്മാരെ സ്പർശിക്കണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ച് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബം പുലരുവാൻ ഒരു മാർഗവുമില്ലാതെ, സാമ്പത്തികമായ കടങ്ങളും നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുവാൻ പറ്റാതെ, കർത്താവെ, വീട് പോലും റിപ്പയർ ചെയ്യാൻ പറ്റാതെ, ജോലിയില്ലായ്മ കാരണം ജീവിതം തന്നെ വലിയ ഭാരമായി മാറിയിട്ടുള്ളവർ, ഒരു ജോലി കൊണ്ട് 5ഉം 6ഉം കുടുംബങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയുവാൻ പാടില്ലാത്തവർ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജോലി ലഭിച്ചുകൊണ്ട് വരുമാന വർധനവ് ലഭിച്ച് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ ഈ നാളുകളിൽ എഴുതുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾക്കും നൈപുണ്യ പരീക്ഷകൾക്കും ഒരുങ്ങുന്നവരെ കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെയും പഠിച്ചിട്ട് പലവട്ടം തോറ്റുപോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ റിസൾട്ട് വരാത്തവരെയും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെയും എല്ലാം ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള യോഗ്യതാ പരീക്ഷകളെയും ഓരോ ഉപരിപഠനത്തിൻ്റെ യോഗ്യതാ പരീക്ഷകളെയും ജോലി ലഭിക്കുവാനുള്ള മത്സര പരീക്ഷകളിൽ മുഴുകിയിരിക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈ നൊവേനയുടെ യോഗ്യതകളാൽ ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ യോഗ്യതകളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ശക്തിയാൽ അവർ പരീക്ഷ ജയിക്കുവാനും അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുത്തുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വിവാഹബന്ധം
പിരിഞ്ഞു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവർ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മാനസികമായ പ്രത്യേക കാരണങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടും ഗുരുതരമായ കാരണങ്ങളാൽ വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവരെയും ഈ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് വെന്തു നീറി പ്രാർത്ഥിക്കുന്നവർ അവരുടെ മാനം സംരക്ഷിച്ചുകൊണ്ട് അവർ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഇടയാക്കണമേ. പിടിവാശിയും വൈരാഗ്യവും വർദ്ധിപ്പിച്ച് പങ്കാളികളെ തമ്മിൽ അകറ്റുന്ന ഛിദ്രശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് ദമ്പതികൾ ഒരു ശരീരമായി ഐക്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പറമ്പ് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പറമ്പ് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സ്ഥലത്തിന് വഴിയില്ലാത്തവർ, സ്ഥലത്തിന്റെ രേഖകൾ ശരിയല്ലാത്തവർ, പ്രമാണം നടക്കാത്തവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, പറമ്പ് വാങ്ങിച്ചിട്ട് വിറ്റുമാറാതെ വിഷമിക്കുന്നവർ, തന്മൂലം സാമ്പത്തികമായ ബാധ്യതയും കടവും പലിശയും കൂടിയവർ, അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറമ്പ് സംബന്ധമായ കണ്ണീര് അനുഭവിക്കുന്ന അനേകം മക്കൾ ഇപ്പോൾ വലിയ സംഘർഷത്തിൽ ഈ പ്രാർത്ഥന കൂടുന്നുണ്ട്. അവരെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സ്ഥല സംബന്ധമായ മുഴുവൻ തടസ്സങ്ങളും ദോഷങ്ങളും മാറാനും സ്ഥലങ്ങളുടെ 4 അതിരുകളിൽ ഈശോയുടെ വിശുദ്ധ രക്തം തളിക്കപ്പെടുകയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ വസിപ്പിടത്തിന്റെ ക്ലേശങ്ങൾ മാറി യേശുനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വാടക, പാട്ടം, ഒറ്റി, അന്യരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവരെയും സ്വന്തമായി ഇടമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിച്ചിട്ട് ഒഴിഞ്ഞു പോകുവാൻ നിർബന്ധിക്കപ്പെടുന്നവർ, പോകുവാൻ ഇടമില്ലാത്തവർ, സ്വന്തമായൊരു കൂര കിട്ടുവാനുള്ള സ്ഥലത്തിന് വേണ്ടി വേദനിച്ച് പരക്കം പാനി നടക്കുന്നവർ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ഫലത്താൽ അവർക്ക് സ്വസ്ഥമായിട്ടൊരിടം, സമാധാനത്തിന്റെ സുരക്ഷിതമായൊരിടം ലഭിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, പോകുവാൻ ആഗ്രഹിക്കുന്നവർ, പോയിട്ട് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ ജോലി ശരിയാകാത്തവർ, പഠനം ശരിയാകാത്തവർ, അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, വിദേശത്ത് വന്നിട്ട് വർക്ക് വിസ കിട്ടാത്തവർ, വർക്ക് പെർമിറ്റ് കിട്ടാത്തവർ, റിലീവ് വിസ കിട്ടാത്തവർ, തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചിട്ട് പോരാൻ പറ്റാത്തവർ, ഇങ്ങനെയുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രവാസികളുടെ പ്രാരാബ്ദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വീട്ടുകാരുടെ ദൈന്യമായ അവസ്ഥകൾ, ജോലി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, രേഖാമൂലമായ തർക്ക വിഷയങ്ങൾ എന്നിവ അങ്ങ് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും വിശ്വസ്തയോടെ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ച് പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികത ആവാഹിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലും പരത്തിലും ദൈവരാജ്യത്തിന്റെ സ്വന്തമായി ജീവിക്കുവാൻ വേണ്ടി ഉടമ്പടിയാൽ പ്രത്യേകം സമർപ്പിതരായ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിതനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യനാഥന് നമുക്ക് നന്ദി പറയാം. അനേക ലക്ഷം മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിൻ്റെ പുതിയ ഉപാധിയായി, പുതിയ വെളിച്ചമായി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ച് ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തിരുസന്നിധാനത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരികയും ജീവിത പ്രശ്നങ്ങളും വിശ്വാസ പ്രശ്നങ്ങളും പരിഹരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മക്കളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധമ്മയുടെ സവിധത്തിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തിനരികിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഉടമസ്ഥതയും സാന്നിധ്യവും സംരക്ഷണവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികൾക്ക് ആശീർവാദം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സ്വരം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നരകീയ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ കനായിലെ വിവാഹ വിരുന്നിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന ഉടമ്പടി വചനത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമനസ്സാകണമേ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വഴിയും വാതിലും ലോകത്തിന് കാനായിൽ നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്ത അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതനായ പിതാവിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ തിരുമനസ്സാകണമേ. ലൂക്ക 8:21, 11:28 തിരുവചനമനുസരിച്ച്
ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് സുവിശേഷ സാക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. സാക്ഷ്യ ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിത്വൈക ദൈവത്തെ ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലേക്കും ഇടപെടുവാൻ കനിവുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ പ്രാർത്ഥനയൊക്കെയും അവിടുന്ന് കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യവൈദ്യനായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിക്കുന്നു. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ രാജ്ഞിയായി വാഴണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മറിച്ചാണ് ദൈവഹിതമെങ്കിൽ ആ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധമേ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ച് സമാപന ആശീർവാദത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. എളിമയോടെ പൂർണ്ണമായ ശരണത്തോടെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിത മേഖലകളെയും ഈശോയുടെ അരികിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന. മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ. ഈശോയെ, അവിടുത്തെ ശക്തി പ്രവഹിപ്പിക്കണമേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ സാന്നിധ്യം അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ പ്രവഹിപ്പിക്കണമേ. ഈശോയെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ, അമൂല്യമായ തിരുരക്തത്തിന്റെ സംരക്ഷണയാൽ, അവിടുത്തെ ഉന്നതമായ നാമത്തിന്റെ മഹത്വത്തിൽ ഈ മക്കൾ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന യോഗങ്ങൾ, ഇവരുടെ ജീവിതങ്ങൾ, ഈ ആരാധനയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി ഉത്തമ ജീവിതം നയിക്കുവാൻ, ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണമേ. ഈശോയെ, സമയ ചുരുക്കത്തിൽ ഉടമ്പടി ജീവിതത്താൽ അനുഗ്രഹിക്കണമേ. അസാധ്യമെന്ന് കരുതിയത് അവിടുത്തെ കൃപയാൽ അനുവദിക്കണമേ. പരീക്ഷകൾക്ക് വിജയം നൽകി അവിടുന്ന് ഇവരെ സഹായിക്കണമേ. എല്ലാ ക്ലേശങ്ങളിൽ നിന്ന്, എല്ലാ കലഹങ്ങളിൽ നിന്ന്, എല്ലാ സങ്കടങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി നൽകി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കൈകൾ വീശി അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും
എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. ആവേ